ഏകകണ്ഠമായിട്ട് ഈ പാകിസ്ഥാൻ മുക്കെന്നോ പാകിസ്ഥാൻ ജംഗ്ഷൻ തമ്മിലുള്ള ഈ പഞ്ചായത്തിൽ എവിടെ ഉണ്ടായാലും അത് നീക്കം ചെയ്യുന്ന നടപടിയാണ് ഏകകണ്ഠമായി കഴിഞ്ഞ ദിവസം ഇവിടെ പാസ്സാക്കിയിരിക്കുന്നത്. ഇനി കേരളത്തിൽ ഭാരതത്തിൽ എവിടെയെങ്കിലും ശത്രുരാജ്യമായ പാകിസ്ഥാന്റെ പേരുപയോഗിക്കുന്ന ഒരു സ്ഥലത്തും ഇത് തുടക്കമാകട്ടെ. ഇത്തരത്തിൽ ശത്രുരാജ്യത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ആരഭിമാനം കൊണ്ടാലും അവരെ രാജ്യത്തിന് പുറത്താക്കുക. കഴിഞ്ഞ ദിവസം ഇവിടെ പഞ്ചായത്തിൽ ഒരു പ്രമേയം പാസ്സാക്കിയായിരുന്നു. എന്താണ് കാര്യം, അത് എന്താണ് അതിൻ്റെ ഒരു നിയമപരമായ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? നമ്മുടെ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലെ ഒരു ചെറിയ പ്രദേശത്തെ ജംഗ്ഷന് പാകിസ്ഥാൻ മുക്ക് എന്നാണ് നാമധേയത്തിലാണ് അറിയപ്പെടുന്നത്. വർഷങ്ങളായിട്ട് ദീർഘകാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പേര് തന്നെ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെ സംബന്ധിച്ച് നമ്മളുടെ വാർഡംഗം ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായിട്ട് വയ്ക്കുന്നതിനായിട്ട്. കഴിഞ്ഞ ദിവസം കൂടി ആ പഞ്ചായത്ത് കമ്മിറ്റി ഈ അജണ്ട ചർച്ച ചെയ്യുകയുണ്ടായി. ചർച്ച ചെയ്തപ്പോൾ ഇതിലെ നിയമപരമായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെയും വിവിധ ചട്ടങ്ങളുടെയും ഉത്തരവുകൾ, സർക്കാർ ഉത്തരവുകളുടെയും ഒക്കെ വ്യവസ്ഥകൾക്കനുസരിച്ച് മാത്രമേ നമുക്ക് പഞ്ചായത്ത് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പഞ്ചായത്തിൻ്റെ നിയമവ്യവസ്ഥകളിലൊന്നും തന്നെ ഒരു സ്ഥലത്തിൻ്റെ പേര് മാറ്റുന്നത് സംബന്ധിച്ച് പരാമർശങ്ങളൊന്നും തന്നെ വ്യവസ്ഥ ചെയ്യുന്നില്ല. പിന്നീട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾക്കങ്ങനെ നമ്മുടെ നിയമങ്ങളിലൊന്നും വ്യവസ്ഥ ചെയ്യാത്ത, നിയമപരിധിയിൽ ഉൾപ്പെടാത്ത ഒരു ഇതിനെപ്പറ്റി സംബന്ധിച്ച് നമുക്ക് നിയമപരമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തതാണ്. സ്വാഭാവികമായും അത് സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വിടുക, സർക്കാരിൽ നിന്ന് ഒരു വ്യക്തത കിട്ടുക. ഈ പേര് നമ്മളുടെ ഔദ്യോഗിക വാർഡുകളുടെ ഒന്നും പേരുകളായിട്ട് നാമധേയം ചെയ്തിട്ടില്ല. നമ്മുടെ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ വകുപ്പ് 10 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഒരു വാർഡുകൾക്കും അത്തരം പേരുകളില്ല. എന്നാൽ ചില റോഡുകൾക്കൊക്കെ നമ്മുടെ ആസ്തിരേഷനിലൊക്കെ ഉൾപ്പെട്ട ഒരു റോഡിനൊക്കെ ഈ പേര് ഉൾപ്പെട്ടതായി കാണുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്വാഭാവികമായും അത് നമ്മളുടെ അധികാരപരിധിയിൽ ഇല്ലാത്ത വിഷയമാണ്. അധികാരപരിധിയിൽ പഞ്ചായത്തിന് വ്യക്തമായി ഒരു തീരുമാനം പേര് മാറ്റുന്നത് സംബന്ധിച്ചെടുക്കാൻ കഴിയുകയില്ല. സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വിടുക. സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നതിൽ ഒരു ജനപ്രതിനിധി ആ സമയത്ത് ചർച്ചാ സമയത്ത് ഇല്ലായിരുന്നു. പിന്നീട് ബാക്കി 16 പേര്, 17-അംഗ ഭരണസമിതിയാണ്, 16-അംഗ ഭരണസമിതിയാണ്, 16 പേരായിരുന്നു ആ ചർച്ചാവേളയിൽ ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു അങ്ങ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം തന്നെ പ്രത്യേക സാഹചര്യം, കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാൻ മുക്ക് എന്ന് പറയുന്നത് പണ്ടോട്ടുള്ളൊരു പേരാണെങ്കിലും ഇപ്പോഴത്തെ ഒരു നമ്മൾക്കറിയാം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 22-ാം തീയതി നടന്ന ഒരു കൂട്ടക്കുരുതി, 27 പേരെ കൂട്ടക്കുരുതിയൊക്കെ നടത്തിയ ഒരു സാഹചര്യമൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് മിക്കവാറും എല്ലാ ജനപ്രതിനിധികളും സംസാരിച്ചത്. എല്ലാവരുടെയും സമ്മതം നമ്മുടെയും സമ്മതം, അല്ല ബന്ധക്കോസാൻ പറയുന്ന പോലല്ല, എല്ലാവരുടെയും സമ്മതമാണ് നമ്മുടെ സമ്മതവും. ഈ പേര് മാറ്റിയിട്ട് വേറെ പുതിയ പേരിടുക, അതിനൊരു കാര്യം കിട്ടാലോ, കൊടുത്താൽ മതി, ആ പേര് മാറ്റാം, എനിക്ക് സന്തോഷമാണ്. അപ്പോൾ ഇത്തരം ഒരു നടപടി എടുത്തതിന് നമുക്ക് യാതൊരുവിധ എതിർപ്പുമില്ല, സാഹചര്യം അനുസരിച്ച് മാറുന്നതാണ്. മാറ്റാൻ സാധിക്കും. പറഞ്ഞു നല്ല കാര്യമാണ് പേര് മാറ്റുന്നത് നല്ല കാര്യമാണ്. പഞ്ചായത്ത് വാർഡ് മെമ്പർമാരുമായി എടുത്ത തീരുമാനത്തോട് ഈ നാട്ടിലെ ഒരു വ്യക്തി എന്ന നിലയിൽ യോജിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ അടുത്ത കാലത്ത് കർണാടകത്തിലെ ഒരു ജസ്റ്റിസ് പാകിസ്ഥാൻ എന്ന് വിളിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ, ബാംഗ്ലൂരിലെ ഒരു പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് നാമധേയം ചെയ്തുകൊണ്ട് വിളിച്ചത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കുകയും ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള 5-അംഗ ബെഞ്ച് അത് ശരിയല്ല, അത് നമ്മുടെ ദേശീയതയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ളതാണ് എന്നൊക്കെ ഒരു വാക്കാലുള്ള നിരീക്ഷണം നടത്തുകയുണ്ടായി. ഇതൊക്കെ നമ്മുടെ പത്രമാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ഒക്കെ വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ട് എല്ലാവരും ചർച്ച ചെയ്യുകയുണ്ടായി. എന്തായാലും എല്ലാവരുടെയും അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട്, കാരണം എന്നാൽ അവിടെയുള്ള ജനങ്ങളുടെ ഒന്നും ഇത്തരത്തിലൊരു അപേക്ഷ സമർപ്പിക്കുകയുണ്ടായില്ല. കാരണം അവിടുത്തെ ആ നാട്ടിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഇത് വലിയ വിഷമകരമാണ് എന്ന തരത്തിലുള്ള ഒരു അപേക്ഷകളൊന്നുമില്ല. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ നമ്മുടെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഈ ഭീകരവാദ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്ത് പാകിസ്ഥാൻ ഇപ്പോൾ പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലാണ്
എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ ജനപ്രതികളെല്ലാം പങ്കുവച്ചത്. എന്തായാലും ഈ പേര് മാറ്റുന്നത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഒരു പരിഗണനയ്ക്കായിട്ട് സർക്കാരിൻ്റെ ഒരു സ്പഷ്ടീകരണം ഇതിൽ എന്താണ് നടപടി സ്വീകരിക്കാൻ കഴിയുന്നത്. പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് നമുക്ക് നടപടി സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് സർക്കാരിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് മാത്രമേ നമ്മൾക്ക് നടപടി എടുക്കാൻ കഴിയുകയുള്ളൂ. പിന്നീട് പഞ്ചായത്തിൻ്റെ വാർഡുകൾക്കൊന്നും ഇത്തരത്തിലൊരു പേരൊന്നുമില്ല. പഞ്ചായത്ത് രൂപീകരിച്ചിട്ടുള്ള നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ള വാർഡുകൾക്കൊന്നും പേരില്ലാത്ത സാഹചര്യത്തിൽ അത് നമ്മുടെ ഔദ്യോഗികമായ അധികാരപരിധിയിൽ നിൽക്കുന്ന സാഹചര്യമല്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സർക്കാരിലേക്ക് റെഫർ ചെയ്യുവാനായി തീരുമാനിച്ചിട്ടുള്ളത്.